റേഡിയോ മലയാളം 98.6 ഖത്തർ മലയാളികളുടെ സ്വന്തം ചെങ്ങായി ടേക്ക് ഓഫിന്റെ ടൈമാണ്. ടേക്ക് ഓഫിൽ നമ്മളുടെ കൂടെ ചേരുന്നത് നമ്മളുടെ സ്വന്തം സുരഭി ലക്ഷ്മിയാണ്. കയ്യിൽ നമ്മളുടെ അടുക്കളയിൽ ഇങ്ങനെ അടിച്ചു വരുന്ന ചൂലുമായിട്ട് വന്നാലും അതല്ല ഒരു യമണ്ടൻ തോക്കുമായിട്ട് വന്നാലും നമ്മളെ കൺവിൻസ് ചെയ്യാൻ കെൽപ്പുള്ള നടി. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ? അല്ല അങ്ങനെയല്ല, നമ്മുടെ പാത്തു വന്നിട്ട് അവിടെ ഇങ്ങനെ അടിച്ചു വരുന്ന, അപ്പൊ അത് അവിടെ പാത്തുമാണ് നമ്മൾ കാണുക. ഇപ്പുറത്ത് ഇവിടെ ഒരു യമണ്ടൻ തോക്കുമായിട്ട് വരുമ്പോഴും അവിടെ ആ ഒരു ക്യാരക്ടറിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു കൺവിൻസ് അതിനുള്ള ഒരാൾക്ക് അഭിനയിക്കാനുള്ള ഒരാൾക്ക് ഏറ്റവും വലുതായിട്ട് വേണ്ടത്. അപ്പൊ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു റൈഫിൾ ക്ലബിന്റെ എക്സ്പീരിയൻസ്? റൈഫിൾ ക്ലബ്ബ് ഈ പറഞ്ഞതുപോലെ ചൂലും ഇതും ഒക്കെ പിടിച്ചോണ്ടിരുന്ന എന്റെ കയ്യിലേക്ക് തോക്ക് വെച്ച് തരുമ്പോ അത് നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ഒരു ജോലി. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു മിലൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വലിയൊരു ട്രെയിനറാണ്, ഈ ഷാർപ്പ് ഷൂട്ടറൊക്കെയാണ്. അപ്പം അദ്ദേഹം വന്നിട്ട് നമുക്ക് തോക്ക് പിടിക്കാനും അതൊക്കെ ഒരു 4-5 കിലോ വെയിറ്റ് ഉള്ള ഒരു സംഭവമാണ് അത്. അപ്പൊ അതൊക്കെ പക്ഷെ അത് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്റെ ക്യാരക്ടറിന്റെ പേര് സൂസൻ എന്നാണ്. അപ്പൊ സൂസനാണ് ഞാൻ റൈഫിൾ ക്ലബിലെ മെമ്പറാണ്. അപ്പൊ റൈഫിളിനോട് താല്പര്യവും ഇതുള്ള ആളുകളായിരിക്കുമല്ലോ ആ ഒരു ക്ലബിൽ ഉണ്ടാവുക. അപ്പൊ അങ്ങനത്തെ ഒരു ബോൾഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ലേഡി ആയിരിക്കും. ഒരു തോക്കെടുക്കാൻ ജീവിതത്തിൽ അങ്ങനെ എല്ലാരും ഒന്നും ആഗ്രഹിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ലേഡി ആയിട്ട് അഭിനയിക്കുമ്പോൾ ആ ഒരു രീതിയിലാണ്. പിന്നെ അതിലെ കോസ്റ്റ്യൂമിൽ അതിലെ അപ്പിയറൻസിലും ഒക്കെ കുറച്ചൊരു വ്യത്യാസം വരുത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം അങ്ങനത്തെ സിനിമ എപ്പോഴും നമുക്ക് കിട്ടണം എന്നില്ല. തീർച്ചയായിട്ടും. സാധാരണ അപ്പൊ ആദ്യം അതിലൊരു ചുരിദാറൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് അതിന്റെ റൈറ്ററായിട്ടുള്ള ശ്യാം പുഷ്കറുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് ഞാനൊരു ഫോട്ടോ ഒക്കെ കൊണ്ടുപോയി. ഈ പഴയ ബ്യൂട്ടി പാർലറിൽ ഇതിലൊക്കെ കാണുന്ന ഒരു മോഡൽ എന്നൊക്കെ പറയുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, പണ്ട് നമ്മുടെ നാട്ടിലെ ഓട്ടോസിലൊക്കെ ഇങ്ങനെ ഒട്ടിക്കായിരുന്നു. അപ്പം അതേപോലെയുള്ള ഒരു റെഫറൻസ് കൊണ്ടുപോയി ഞാൻ എന്റെ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാനിതുവരെ സിഗരറ്റ് ഒന്നും വലിച്ചിട്ടുണ്ടായിരുന്നില്ല. സിനിമയിൽ പോയപ്പോഴാണ് അതൊക്കെ അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. അതിൽ നമ്മൾ മാറി വലിക്കാതിരുന്നാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ഒരു ക്യാരക്ടർ അങ്ങനത്തെ പലപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരാണ്. പിന്നെ അതിലൊരു പ്രത്യേക ഡയലോഗും ഉണ്ട്, ഇട്ടിക്ക് അവിടെ എങ്ങാനും നിന്ന് വലിച്ചാൽ പോരെന്നൊക്കെ. അപ്പൊ ഞാൻ അതിലും വലിയ വലിക്കാരിയാണ്. അപ്പോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോയിട്ട് ഞാൻ അതൊക്കെ പഠിച്ചു വെച്ചാൽ പഠിച്ചു. അവിടെ തന്നെ ആ ക്യാരക്ടറിന് വേണ്ടി പഠിച്ചു, അവിടെ ചെയ്തു, അത് അവിടെ ഉപേക്ഷിച്ചു തിരിച്ചു പോന്നു. അപ്പൊ അങ്ങനെ പുതിയ തരത്തില് നമ്മളൊരു ആക്ടർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പല രീതിയിലേക്കും MIT മൂസയിലുള്ള ഒരു പാത്തുവിന് അപ്പുറത്തേക്ക് നമ്മളൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ട്രസ് ആവുക എന്ന് പറയുന്നത് അത് പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പൊ എന്തിനേയും ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ അതിനെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ ഓപ്പൺ ആയിരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടറെ സുരഭി ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഇതേ സുരഭി ചെയ്യുള്ളൂ എന്നുള്ളൊരു സാധനം ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമ്മളെ അതിന് വേണ്ട ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഒക്കെ നമ്മളെ ട്രൈ ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഏറ്റവും മാക്സിമം നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതെ. ഇപ്പൊ ഇത് ഇത്തരം കഥാപാത്രങ്ങൾ തേടിയെത്തലുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ചിലപ്പോ നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ആയിരിക്കും, ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മൾ വളരെ സെലക്റ്റീവ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. സുരഭിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്, ഒരു കഥാപാത്രത്തിലേക്ക് എത്തുന്നതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്? ഇപ്പൊ ഈ സിനിമയിലേക്ക് ദിലീഷ് പോത്തനാണ് എന്നെ വിളിച്ചത്. അങ്ങനെ ഒരു പടം നടക്കുന്നുണ്ട്, ഏപ്രിൽ ഒരു 10-20 ദിവസം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എത്തിപ്പെട്ടതാണ്. അല്ലാതെ ഞാൻ നാഷണൽ അവാർഡിന് ശേഷവും ഒക്കെ അതിന് മുമ്പ് അങ്ങനെ ചോദിക്കാനൊന്നും നമുക്ക് ആരുടെ നമ്പറൊന്നും ചില കൺട്രോളറോട് ചോദിച്ചാൽ പോലും നമുക്ക് തരില്ല. ഡയറക്ടേഴ്സിന്റെ നമ്പർ ഒന്നും കൊടുക്കാൻ മാത്രമുള്ള നടിയായിട്ടില്ല ഞാൻ. ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന അപ്പോ ചെറിയ റോളുകളിലൊക്കെ അല്ലേ ഞാൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതിനുശേഷം അവാർഡ് കിട്ടിയ എനിക്ക് ഇന്ന ഡയറക്ടറുടെ നമ്പർ തരുമോ എന്ന് ചോദിച്ചിട്ട് പല ആൾക്കാരെയും ഞാൻ അങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട്. അങ്ങനെ ഡയറക്റ്റ് ചോദിക്കുന്നതല്ല, വർക്ക് ചെയ്യാൻ കൂടെ താല്പര്യം, സാറിന്റെ വർക്കിൽ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ എന്റെ താല്പര്യം ഞാൻ അറിയിക്കാറുണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഡയറക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവില്ല, അവരുടെ ക്യാരക്ടേഴ്സും അതും ഇതും ഒക്കെ. അപ്പൊ ഇത് നമ്മൾ ചോദിക്കാത്തത് കൊണ്ട് കിട്ടാണ്ടും ഇരിക്കണ്ട, ഇനി നമ്മൾ ചോദിച്ചത് കൊണ്ട് എനിക്ക് തരേണ്ട ഒരു അവസ്ഥയും ഉണ്ടാവരുത്. അപ്പൊ ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ ഞാൻ അവരോട് എന്റെ ഇഷ്ടം അറിയിക്കാറുണ്ട്. അപ്പോഴാണ് നമുക്ക് പിന്നെയും അങ്ങനെ കിട്ടുന്നത്. ഇപ്പോഴും നമുക്ക് അങ്ങനെ സെലക്ഷൻ എന്നൊന്നും പറഞ്ഞിട്ട് ഇവിടെയുള്ള ഓരോ ആക്ട്രസിനും ഇപ്പൊ ഏത് ആക്ട്രസ് ആണ് ഇപ്പൊ മലയാളത്തിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു വർഷം 4-5 പടം ചെയ്യുന്ന നടിമാരില്ല. നടന്മാർക്ക് ഇപ്പോ അടുത്ത 25 കൊല്ലത്തേക്ക് ഡേറ്റ് ഇല്ലാത്തവരുണ്ട്, 5 വർഷത്തേക്ക് ഇല്ലാത്തവരുണ്ട്. അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഇത് ആക്ടേഴ്സിനുണ്ട്. ആക്ട്രസുകൾക്ക് അങ്ങനത്തെ ഒരു സാധ്യത ഇപ്പൊ ഇല്ല. പലരും 1 പടമോ 2 പടമോ ഒക്കെയാണ് ഒരു വർഷം ചെയ്യുന്നത്. ശരിയാണ്. അതിനിടയിൽ നമുക്ക് ഇങ്ങനെ വീണ് കിട്ടുന്ന ഇത്തരം കഥാപാത്രങ്ങളെ അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ
കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിന്റെ തൊട്ട് മുമ്പത്തെ കഥാപാത്രവും ഇതേപോലെ തന്നെ ശക്തമായിട്ടൊരു കഥാപാത്രമായിരുന്നു നമ്മളുടെ മാണിക്യം എന്ന് പറയുന്ന അജയന്റെ രണ്ടാം മോഷ്. അതും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് വേറൊരു അതിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഒന്ന് പറയോ? ഇതുവരെ അങ്ങനത്തെ തരത്തിലുള്ള റൊമാൻസ് ഒന്നും കാണിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ലീഡിങ് ആയിട്ടുള്ള ഒരു ആക്ടറിന്റെ കൂടെ അതേപോലെയുള്ള ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള സീൻസ് ഒന്നും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് ആ പാത്തും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിന് മുന്നേ ചെയ്ത ദരിദ്രമായിട്ട് കുറെ ക്യാരക്ടേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് മുൻവിധിയായിട്ട് നിൽക്കുന്നത്. അവിടെയും അത് ബ്രേക്ക് ചെയ്യാന്നുള്ളത് ഇപ്പം നമ്മള് നല്ല നടി ആയിട്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് കുഴപ്പമില്ല അവർ നന്നായി ചെയ്യുമെന്നൊക്കെ മനസ്സിലുണ്ടെങ്കിൽ കൂടി പലപ്പോഴും പ്ലേസ് ചെയ്യുമ്പം അവരൊന്നും കൂടി ഒരു റീതിങ്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേണം അപ്പൊ അവർക്ക് വേറൊരാളെ ഇപ്പൊ ARMലാണെന്നുണ്ടെങ്കിലും വേറെ 2 നടിമാരുണ്ട് അതില്. ഇപ്പൊ ഈ ക്യാരക്ടർ ചെയ്യാനും ഇപ്പൊ 2 ഏജും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടി ചിലപ്പം നമുക്ക് വേറൊരാളെ ട്രൈ ചെയ്താലോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു. അപ്പൊ അതല്ല, ഇവര് ഇപ്പൊ അവരുടെ ഓപ്ഷനില് 3 പേരുണ്ടായിരുന്നു ഈ മാണിക്യത്തിന്റെ ക്യാരക്ടറിൽ. അപ്പൊ അതിൽ ഇവർ തന്നെയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന സമയത്ത് ഇവൻ വേണമെങ്കിൽ ടൊവിക്ക് വേണമെങ്കിൽ പറയാം അവർ നല്ല നടിയാണ്, പക്ഷെ എന്ന് വേണ്ടാന്ന് പോലും പറയണ്ട എന്നൊരു മൂളല് ചിലപ്പോ അത് മാറിപ്പോയേക്കാം. ഞാനൊരു സാധ്യതയാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുമെന്ന് എല്ലാവരും അത് ചെയ്യുന്നുള്ളതല്ല, അങ്ങനത്തെ ഒരു സാധ്യത ചിലപ്പോ അത് വിട്ടുപോയേക്കാം. അപ്പൊ അതല്ലെങ്കിൽ അതിന്റെ ഡയറക്ടർ, റൈറ്റർ, പ്രൊഡ്യൂസർ ഇവരെല്ലാരും അതിനൊരു ഇത് വേണമല്ലോ. കഴിവ് കൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല. നമ്മളുടെ ഒരു ഭാഗ്യവും പ്രോപ്പർ സമയത്ത് നമ്മൾ ഓരോ പ്ലേസിൽ എത്തിപ്പെടുന്നതും ഒക്കെ ഇതിന്റെ ഒരു ഫാക്ടറാണ്. അങ്ങനെ നോക്കുമ്പോൾ അതും വന്നു പെടുമ്പോൾ നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യേണ്ടി വരും. അപ്പൊ പലരും എന്നോട് ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ടൊവിനോന്റെ പേരായിട്ട് ആണ് അല്ലെങ്കിൽ നമ്മൾക്ക് അടുത്ത ആളുകൾ അവർ റൊമാൻസ് സീനൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എങ്ങനെ വർക്കാവും എന്നുള്ളൊരു ഒരു ഇതായിരുന്നു. പക്ഷെ ആ മൂവിയിൽ ഏറ്റവും കൂടുതൽ ആ ഒരു പെയറിനെ സെലിബ്രേറ്റ് ചെയ്തു, അതെല്ലാവർക്കും വർക്കായി. പിന്നെ അമ്മൂമ്മയാണെന്നുണ്ടെങ്കിലും എനിക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഏജ് ഒന്നും അല്ല, എന്നാലും ഞാൻ ഉരുണ്ടുരുണ്ട് അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ എന്റെ കൂട്ടുകാരികളുടെ മക്കളൊക്കെ അവരുടെ അമ്മമാരെ, അതായത് എന്റെ കൂട്ടുകാരികളോട് പറയൂ, അമ്മയുടെ ഫ്രണ്ട് അല്ലേ ARMലെ അമ്മൂമ്മനെ ഒന്ന് വിളിച്ചു തരുമോ, ആ പാട്ടൊന്ന് പാടിപ്പിച്ചു വെച്ചിട്ട് ഇവരെന്നെ വിളിച്ചിട്ട് പറയും, അതേ സുരഭി നീ നിന്റെ മുത്തച്ഛന്റെ മുണ്ടെടുത്തൊന്ന് നിൽക്കുവോ, എടുത്തിട്ട് അമ്മൂമ്മനെ കാണണം കറയാണെന്ന് പറയും. എന്നിട്ട് ഞാൻ എന്റെ മുത്തശ്ശിയുടെ മുണ്ടും വേസ്റ്റും ഒക്കെ എടുത്ത് പൊതിഞ്ഞ് കുറച്ച് പൗഡറൊക്കെ എടുത്ത് മുടിയൊക്കെ നിറപ്പിച്ച് മണിയന്റെ കഥയൊക്കെ ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കുക ഇവർക്ക്. എന്നിട്ട് മണിയൻ എവിടെ പോയി അമ്മൂമ്മ, മണിയൻ എന്നിട്ട് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോ ഞാനിതിന് കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ ഇനി കുറച്ചു കാലം കഴിയുമ്പോ ഈ അമ്മൂമ്മ മരിച്ചു പോകുന്നു പറഞ്ഞ് ഞാൻ നിർത്തും. അതല്ലെങ്കിൽ ഇതെന്റെ ഒരു സ്ഥിര തൊഴിലായി പോവാൻ സാധിക്കും. ആ പാട്ട് നമുക്ക് അത്രയും ആളുകൾ ഏറ്റെടുത്ത ഒരു പാട്ട് കിട്ടുക, അങ്ങനെ ഒരു സിനിമയുടെ 100 കോടി ക്ലബിൽ 100 ദിവസം ഓടിയിട്ടുള്ള അത്രയും വലിയൊരു പ്രോജക്റ്റിന്റെ ഒക്കെ ഭാഗമാവാൻ ഇപ്പോഴാണ് സാധിച്ചത്. പക്ഷെ ഇതിനു മുമ്പ് ഇത് ഇന്നൊന്നേ നമ്മൾ തുടങ്ങിയതല്ല, തിയേറ്ററും നാടകവും ചെറുപ്പം മുതലേയുള്ള നാടക പ്രവർത്തനങ്ങളും. അപ്പം അങ്ങനെ ഒരു ആക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിരന്തരം ഇന്നും എന്ന് പറയുന്നത് പോലെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഓരോ രീതിയിൽ നമ്മളെ പുതുക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഒരു യാത്രയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അത് ഇനിയും അങ്ങോട്ടും കൂടുതലായിട്ട് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളും ആഗ്രഹിക്കുന്നു. വേറൊരു തവാറ്റി കൂടി ഇത് ഇതിനിപ്പോ ഈ ആക്ടേഴ്സിന് കിട്ടിയ ശമ്പളം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ചെറിയൊരു കോമഡിക്ക് പറയാട്ടോ, അറിഞ്ഞോട്ടെ വിചാരിച്ചിട്ട്. അപ്പൊ സുരഭിലക്ഷ്മി ഇത്ര ശമ്പളം മേടിച്ചു, ഇവർ ഇത്ര മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടെ. അപ്പൊ ഇതെനിക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ അയച്ചിരുന്നു, ഇത് നിനക്ക് ഇത്ര കാശൊക്കെ മേടിക്കാൻ മാത്രമുള്ള മതിയായോ, നീ അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ഇങ്ങോട്ട് അയച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇടൂ ഇവന്റെ നാവ് പൊന്നാവട്ടെ, പക്ഷെ ഇവൻ നശിച്ചു പോകുന്നു പറഞ്ഞു. ഇവൻ പറഞ്ഞതുപോലെ സംഭവിച്ചോട്ടെ, ഇമാരി കള്ളത്തരം പറഞ്ഞ വെച്ചു പോകും. ഓക്കെ, അപ്പൊ ഇനിയും ഇത് പറഞ്ഞ പോലെ തോക്കെടുക്കാനും അതുപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് നമ്മുടെ ഖത്തർ മലയാളികളുടെ മുഴുവൻ സ്നേഹം. ഖത്തറിൽ നമ്മളെ കുടുംബക്കാരും നാട്ടുകാരും അതുപോലെ തന്നെ ഒരുപാട് തവണ അവിടെ വരികയും ARMന്റെ പ്രൊമോഷനും ഒക്കെ ആയിട്ട് പല സമയത്തായിട്ടും ഖത്തർ വന്നിട്ടുള്ള ഒരു സ്നേഹം വളരെ വളരെ വലുതാണ്. അപ്പൊ ഖത്തറിലെ എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഒരു ക്രിസ്മസ് റൈഫിൾ ക്ലബിന്റെ കൂടെ ആടി ഇടി വെടി പുകയായിട്ട് നിങ്ങൾ എല്ലാവരും കാണണമെന്നും പറയാണ്. താങ്ക് യു.